ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഞാൻ പാർട്സ് മാറുന്ന കേസ് പറയുമ്പോൾ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങൾ പാർട്സ് റിപ്പയർ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ഒരു പാർട്സും റിപ്പയർ ചെയ്യാതെ പുതിയത് റീപ്ലേസ് ചെയ്തിടണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്ര നാൾ അതിൻ്റെ ലൈഫ് കിട്ടുമെന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ എടുത്തെടുത്ത് പല വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്റർ തന്നെയാണ്. അതായത് ക്ലസ്റ്റർ മീറ്ററിനകത്ത് നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, വാഹനത്തിൻ്റെ റേഞ്ച് കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ മീറ്റർ മാറി വയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു മീറ്റർ കൺസോൾ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യുക. വിലയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 5000, 6000 ആ റേഞ്ചിൽ അങ്ങനെ പോകും. ചിലത് 10000 രൂപയ്ക്ക് വില വരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം TFT സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽസിനാണ് റേറ്റ് കൂടുതൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറി വെക്കണോ റിപ്പയർ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് സജഷൻ ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം, റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ച് നോക്കുക. അതായത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കുക. കാരണം റിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണ്, അതായത് പുതിയത് റീപ്ലേസ് ചെയ്യാതെ ഇത് റിപ്പയർ ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ കിലോമീറ്റർ അല്ലെങ്കിൽ ഓഡോമീറ്റർ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വാഹനം സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് നമ്മൾ ഈ വാഹനം എടുത്തപ്പോൾ തൊട്ട് നമ്മൾ ഓടിച്ച് ഇത്രയും ഇന്ന് വരെയുള്ള കിലോമീറ്റർ കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ പുതിയൊരു മീറ്റർ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു മീറ്റർ മേടിച്ച് വെക്കുന്ന സമയത്ത് കിലോമീറ്റർ 0 തൊട്ടായിരിക്കും തുടങ്ങുന്നത്. അതായത് ഫ്രം ദ ബോട്ടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 തൊട്ടാണ്. അപ്പം വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നാളെ ഒരു സമയത്ത് സർവീസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടൊരു കൺഫ്യൂഷൻ വരുന്നതായിരിക്കും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, പക്ഷേ ട്രിപ്പ് മീറ്ററിൽ സെറ്റ് ചെയ്തിട്ടാലോ ആരെങ്കിലും ട്രിപ്പ് മീറ്റർ മാറ്റിക്കളഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മളത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മീറ്റേഴ്സ് റിപ്പയർ ചെയ്യുന്ന ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കൺസൾട്ട് ചെയ്യുക, എന്താണ് കംപ്ലയിൻ്റ് എന്ന് ചെക്ക് ചെയ്യുക, മാറാതെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, റിഡ്സ് തുടങ്ങിയ വാഹനങ്ങൾക്ക് മീറ്ററിനൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, ഒരു IC പ്രശ്നം വന്നിട്ട് കംപ്ലയിൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. റിഡ്സ് യൂസ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഞാൻ കുറേ പേർക്ക് അതിൻ്റെ നമ്പർ, അതായത് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും അത് ഞാൻ അവരുടെ നമ്പർ അയച്ചു തന്നേക്കാം. നിങ്ങൾക്ക് അത് കൊണ്ട് ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉപകാരം ഉണ്ടാവട്ടെ. കാരണം റിപ്പയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 10,000-3000 രൂപയുടെ ലാഭം കിട്ടുന്നുണ്ട് പുതിയ മീറ്ററിനെ അപേക്ഷിച്ച്. പക്ഷേ അവിടെ ലാഭത്തിൻ്റെ കാര്യമല്ല പറഞ്ഞ്, നമ്മുടെ വാഹനത്തിൻ്റെ ഐഡിയൽ അല്ലെങ്കിൽ ഓഡോമീറ്റർ റീഡിങ്ങിൻ്റെ കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് വളരെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നാളെ ഈ വാഹനം കൊടുക്കുകയാണെങ്കിൽ പോലും വാങ്ങിക്കുന്ന ഒരാൾക്ക് ജസ്റ്റ് നോക്കി കഴിയുമ്പോഴത്തേക്കും കിലോമീറ്റർ മറിച്ചിട്ടില്ല, അല്ലെങ്കിൽ പുതിയ ഇതാണ്, നമുക്ക് മീറ്ററൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാമെന്നല്ലാതെ ഒരിക്കലും അവരുടെ മനസ്സിൽ ആ ഒരു ഡൗട്ട് പൂർണ്ണമായിട്ട് പോകത്തില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഇത് റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനില്ല. അതായത് നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കൽ പാർട്ടോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും.